ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്താഷ്യോ കുനാഫ ചീസ് കേക്ക് ആണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഓറിയോ ബിസ്ക്കറ്റാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. സോ ഓറിയോ നമ്മൾ ക്രീം മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമുക്കിത് ഫുഡ് പ്രോസസ്സറിലേക്ക് പൊടിച്ചെടുക്കാം. നല്ല കോസ് പൗഡറായിട്ടാണ്, ഫൈനുള്ള ഇച്ചിരി കോസ് ഇതായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്യുവാണ്. 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് കൊടുത്ത ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് ആൻഡ് ബട്ടർ മിക്സ് ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ പിസ്താഷ്യോ ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ. നമുക്ക് സ്പൂൺ കൊണ്ട് ലെയറായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ലെയർ കുനാഫ പിസ്താഷ്യോ ക്രീമാണ്. ഇവിടെ അങ്ങനെ റോ ആയിട്ടുള്ള കുനാഫ ഡോ അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത കുനാഫ അഥവാ കറ്റൈഫിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ കറ്റൈഫി ആഡ് ചെയ്യാം. നിങ്ങൾ റോ കുനാഫ ഡോ എടുക്കണമെങ്കിൽ അത് ബട്ടറിലിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചൂടായി വന്നാൽ മതി. നമുക്കിനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പിസ്താഷ്യോ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതിയേ. ഈ പിസ്താഷ്യോ ക്രീം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഈ കറ്റാഫിയിലേക്ക് ഫുള്ളായിട്ട് ആ ക്രീം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിസ്താഷ്യോ ക്രീമും കുനാഫയും നല്ലതായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയെല്ലാം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ബിസ്ക്കറ്റ് ബേസ് ഫ്രിഡ്ജിലിരുന്ന് നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. സോ ദേ നമ്മുടെ കുനാഫ ആൻഡ് പിസ്താഷ്യോ ക്രീം മിക്സ് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ബേസിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് പ്രസ് ചെയ്ത് ഫേമാക്കി എടുക്കാം. സെക്കൻഡ് ലെയറും അങ്ങനെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇപ്പോൾ എല്ലായിടും ഒരുമാതിരി പ്രസ്സായി വന്നിട്ടുണ്ട്, ഈവൻ ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് ലെയർ ക്രീം ചീസ് ലെയറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 375 ഗ്രാംസ് ഓഫ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റാക്കി ആദ്യം എടുക്കാം. ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കിയ ക്രീം ചീസിലേക്ക് ഒരു 125 ml തിക്കൻ ക്രീമാണ് ആഡ് ചെയ്യുന്നത്. നല്ലതായിട്ട് സോഫ്റ്റ് പീക്സ് വരുന്ന വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് സ്വീറ്റ്നെസ്സിന് വേണ്ടി ഞാൻ കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഐദർ ഐസിങ് ഷുഗർ ഓർ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂൺ ഓഫ് കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഇത് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് പീക്സ് വരുന്ന പോലെ കുറച്ച് സ്റ്റിഫാവുന്ന വരെ ബീറ്റ് ചെയ്ത് എടുക്കാം. ഇത് നല്ല എയർ നല്ലതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് ഇത് നല്ല സോഫ്റ്റ് പീക്സ് ഫോം ചെയ്യും. നല്ല ഇച്ചിരി സ്റ്റിഫ്നെസ് വരും. നമ്മുടെ ക്രീം ചീസ് മിക്സിന് ഫ്ലേവർ കൊടുക്കാനായിട്ട് ആവശ്യമായ പിസ്താഷ്യോ ക്രീം ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ഇതും എടുക്കുന്നത്. അതിനുശേഷം നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ക്രീം ചീസ് ലെയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബിസ്ക്കറ്റ് കുനാഫ ലെയർ ഫ്രിഡ്ജിലിരുന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ക്രീം ചീസ് മിക്സ് കൂടി ആഡ് ചെയ്ത് ലെവലാക്കി എടുക്കാം. അതിനുശേഷം ഈ ലെയറും കൂടെ ചേർത്തതിന് ശേഷം ഒരു 4 to 6 hours മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കണം.
ഇതേ നമ്മുടെ ക്രീം ചീസ് ലെയറും സെറ്റായി വന്നിട്ടുണ്ട്. വോബ്ലി എല്ലാം ഒട്ടും നല്ല ഫേമാണ്. ഇനി നമ്മുടെ ഫൈനൽ ലെയർ ഒരു ഇച്ചിരി ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്താഷ്യോ ക്രീം ഞാനൊന്ന് മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്യുവാണ്. മെൽറ്റ് ചെയ്ത് കണ്ടോ ഇതുപോലെ ഒരു റണ്ണി കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ ക്രീം ചീസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി എല്ലാ സൈഡിലേക്കുമായിട്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോവും. നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോഴത്തേനും ഇത് കട്ടിയായി. അപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും. ഞാനിത് സ്പ്രെഡ് ചെയ്യട്ടെ കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യോസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ പിസ്താഷ്യോ കുനാഫ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇവിടെ ഓസ്ട്രേലിയയിൽ ഈ കുനാഫ ചീസ് കേക്ക് അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമല്ല. പല ചീസ് കേക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ കുനാഫ പിസ്താഷ്യോ ചീസ് കേക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സെറ്റായിട്ടുണ്ടെന്ന് ഫിംഗേഴ്സ് ക്രോസ്. നമുക്ക് തുറന്നു നോക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് പിസ്താഷ്യോ നട്ട്സ് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തായിരുന്നേ. സൈഡിൽ നിന്ന് കുറേ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ബിസ്ക്കറ്റ് ബേസ്, കുനാഫ ബേസ്, ചീസ് കേക്ക് ആൻഡ് ദെൻ നമ്മുടെ പിസ്താഷ്യോ ക്രീം. നിങ്ങൾക്ക് ക്രഞ്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ചീസ് കേക്കിൻ്റെ ഇത് കുറച്ചുകൂടെ ആ ചീസ് ലെയർ ഇച്ചിരി കൂടെ റണ്ണി ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ സ്റ്റിഫായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഇതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈസ്റ്ററിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു പുഡിങ്ങാണിത്. highly recommended. So thank you for spending your time with me today. Bye bye.